മഴ തുടരുന്ന കോഴിക്കോട് ജില്ലയിൽ രൂക്ഷമായ മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാവൂരിൽ ഗ്രാമീണ റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നു. പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കുന്നമംഗലത്ത് പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പന്തീരാങ്കാവിൽ സർവീസ് റോഡ് തകർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളം കയറിയതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര റിപ്പോർട്ട് തേടി. അഭിജിത്ത് മുഴക്കുന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, എന്താണ് ജില്ലയിലെ പൊതുവായ സാഹചര്യം? വലിയ നാശനഷ്ടങ്ങളൊക്കെയാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? വേണു, ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച കനത്ത മഴയാണ്. നിലവിൽ ഈ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടി ചാറ്റൽ മഴ പലയിടങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായും ഈ മഴ കനത്തതോടെ വെള്ളക്കെട്ട് തന്നെയാണ് കോഴിക്കോടുകാരെ ദുരിതത്തിലാക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോഡിലും സ്റ്റേഡിയം ജംഗ്ഷനിലും മാനാഞ്ചിറയ്ക്ക് സമീപത്തും ഒക്കെയായി വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഈ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നത്. ഒപ്പം തന്നെ ബാലുശ്ശേരി, നന്മണ്ട, രാമനാട്ടുകര പോലെയുള്ള ഭാഗങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. പലയിടങ്ങളിലും വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സമീപത്തുള്ള മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെയാണ് ഈ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഈ മാവൂരിൽ കൃഷിനാശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, വാഴകൃഷികൾ നശിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായി. കൂടാതെ ഗ്രാമീണ റോഡുകൾ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ നന്മണ്ട ചീക്കിലോട് വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. ഈ വീട്ടിൽ 4 പേരോളം ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കൂടാതെ ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ കൂട്ടിരിപ്പുകാരും രോഗികളുമൊക്കെ വലിയ ദുരിതത്തിലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നാലെ ഈ ക്ലീനിങ് നടത്തി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തൊക്കെയാണ് ആ ഒരു പ്രശ്നം പരിഹരിച്ചത്. നിലവിൽ അത്തരത്തിലൊരു പ്രശ്നം ഇല്ല. പക്ഷേ ഇനിയും മഴ കനക്കുകയാണെങ്കിൽ സമാനമായ ഒരു ബുദ്ധിമുട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. അതിലൊരു പരിഹാരം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം പന്തീരങ്കാവ് ദേശീയപാതയിൽ സർവീസ് റോഡ് ഇടിഞ്ഞു വീണുണ്ടായ അപകടം, അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം തന്നെയാണ്. കാരണം സർവീസ് റോഡിന്റെ സംരക്ഷണ ഭിത്തിയും റോഡിന്റെ ഒരു ഭാഗവും വീടുകൾക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അങ്ങനെ 5ഓളം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഒരു ക്ഷേത്രം തകർന്നു, ഒരു അങ്കണവാടി തകർന്നു. അങ്ങനെ ഒരു ആൾക്ക്, പ്രദേശവാസിയായ മോഹനൻ എന്നയാൾക്ക് പരിക്ക് പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ റോഡിന് വിള്ളൽ സംഭവിച്ചതാണ്, അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. ഒപ്പം കുന്നമംഗലത്ത് ഒരു പൊതുകിണർ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിന്റെ ആൾമറ ഉൾപ്പെടെയാണ് ഇടിഞ്ഞു താണത്. അങ്ങനെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായ നാശനഷ്ടങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളപായമില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. മണ്ണിടിച്ചിലിന് ഉൾപ്പെടെയുള്ള സാധ്യതകളാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പായി നൽകുന്നത്. ഇരുവഞ്ഞിപ്പുഴയും ചാലിയാർ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കാൻ എല്ലാവർക്കും തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ യാത്ര പോകുന്നവരൊക്കെ തന്നെ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഈ മലയോര മേഖലകളിൽ കൂടിയുള്ള യാത്ര, അനാവശ്യ യാത്രകൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രേക്ഷകരൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ മത്സ്യബന്ധനത്തിന് പോകുന്നവരും കൃത്യമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്, മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ മഴ അല്പമൊന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോടുള്ളത്. ഏതായാലും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. വേണു, അഭിജിത്ത്, ഈ പന്തീരാങ്കാവ് സർവീസ് റോഡിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? വേണു, ആ സർവീസ് റോഡ് അല്പസമയം മുൻപ് നമ്മൾ അത് ലൈവ് നൽകിയതാണ്, നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ. സർവീസ് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒപ്പം ഈ സംരക്ഷണ ഭിത്തി അടക്കം സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്കാണ് പതിച്ചത്. അവിടെ ചില മരങ്ങൾ താങ്ങായി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായത്. ഈ വീടിലേക്ക് പതിച്ച ആ ഒരു വീട്ടിൽ ഒരാൾ മാത്രമാണ് രാത്രി ഉണ്ടായിരുന്നത് എന്നുള്ളതും ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ സമീപത്തുള്ള വീടുകളിലേക്ക് ചില ആവശ്യങ്ങൾക്കായി പോയിരുന്നു. പക്ഷേ ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റു. മോഹനൻ എന്നാണ് അയാളുടെ പേര്. ഒപ്പം ഈ വീടിന് സമീപത്തായി ഒരു ക്ഷേത്രമുണ്ട്. ഇതിനിടെ പുനരുദ്ധാരണമൊക്കെ നടന്നൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ കമാനം തകർന്നു പോയിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുകളിലേക്ക് ഈ ഒരു സംരക്ഷണ ഭിത്തി പതിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് തൊട്ടടുത്താണ് ഒരു അങ്കണവാടിയുള്ളത്. ഈ അങ്കണവാടിക്ക് മുകളിലേക്കും ഈ ഭാഗം വന്ന് പതിച്ചിട്ടുണ്ട്. രാത്രിയാണ് ഈ അപകടം നടന്നത്. അതിനാൽ തന്നെ
വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം. ഒപ്പം ഈ സമയത്ത് വാഹനങ്ങൾ കാര്യമായി ഇല്ലാതിരുന്നതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് നാട്ടുകാരൊക്കെ തന്നെ പരാതി പറഞ്ഞിരുന്നു. റോഡിൽ വിള്ളലുണ്ട്, കൃത്യമായ രീതിയിൽ കമ്പികൾ ഉപയോഗിച്ചല്ല ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ അധികൃതർ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടെത്തുന്ന എഞ്ചിനീയർമാരുൾപ്പെടെ കാര്യമായ ഒരു പരിഗണന ഇവരുടെ പരാതിക്ക് നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ബന്ധുക്കൾ, ഈ പരിസരവാസികൾ ഉന്നയിക്കുന്നുണ്ട്. അതിനാലാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ഒരാൾക്ക് മാത്രമാണ് ചെറിയൊരു പരിക്ക് പറ്റിയത് എന്നുള്ളത് തന്നെയാണ്. വേണു, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.